ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണം മുടങ്ങിയ പ്രകാശൻ ആകെ തകർന്ന് തരിപ്പണമാവുകയാണ്. അച്ഛൻ വീട്ടിൽ നിന്നും കമ്പനിയിൽ നിന്നും പ്രകാശിനെയും വിക്രത്തിനെയും അമ്മയെയും ഇറക്കി വിടുകയാണ്. അവിടെ നിന്നും ഇറങ്ങുന്ന അവർക്ക് ഇനി യാതൊരു എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. നമ്മുടെ രാജപ്പനാണെങ്കിൽ ആകെ കലിതുള്ളി നിൽക്കുന്നുണ്ട്. 17 ലക്ഷമാണ് പോയിട്ടുള്ളത്, അതൊക്കെ എത്രയും വേഗം തരണം എന്നൊക്കെ പറഞ്ഞ് രാജപ്പൻ അങ്ങനെ കലിതുള്ളി നിൽക്കുകയാണ്. അങ്ങനെ പ്രകാശൻ ഇനി വേറെ മാർഗമൊന്നുമില്ല. ഒരു വാടക വീട് എടുക്കാനുള്ള പൈസ പോലും അവൻ്റെ കയ്യിലില്ല. എന്നാലും അവരെ കയ്യിലൊരു താലിമാലയൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലേക്ക് ഒരു വീട് തട്ടിക്കൂട്ടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ മാർഗ്ഗമില്ല, ബാലൻ്റെ അരികിലേക്ക് തന്നെ പോകാം, ബാലനോട് ഒരു ജോലി ചോദിച്ചു നോക്കാം വർക്ക്ഷോപ്പിൽ എന്നിങ്ങനെ കരുതിയിട്ട് ബാലനെ കാണാൻ വേണ്ടി പോവുകയാണ് പ്രകാശൻ. അങ്ങനെ പ്രകാശൻ വരുന്നത് കാണുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, ഇതാര്? പ്രകാശൻ മുതലാളിയോ? പ്രകാശൻ സാർ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, ബാലണ്ണ നിങ്ങൾ എന്നെ കളിയാക്കല്ലേ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. കളിയാക്കേ നിന്നെ? അയ്യോ, സാറിനൊക്കെ കളിയാക്കാൻ പാടുണ്ടോ? ഞാനൊന്നും അങ്ങനെ കളിയാക്കിയിട്ടില്ല സാറേ എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കാണ്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ആയത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം നീ ബാലണ്ണനെന്നോ എന്ന് ആരെ വിളിക്കുന്നത്? ബാലണ്ണൻ? നീ ബാലനല്ലേ ഇത്രയും നാളും വിളിക്കാറ്? എടോ താൻ എന്നൊക്കെയല്ലേ വിളിക്കാറ്, ഇപ്പം എന്തിനാ ബാലൻ അണ്ണനായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലന്. അപ്പോൾ ശവത്തി കുത്താതെ എന്നൊക്കെ പറയുന്ന സമയത്ത്, എടാ പ്രകാശ, ഇത് ഞാൻ നിങ്ങളറിയുന്നതിന് മുൻപേ ഞാനിത് അറിഞ്ഞതാണ്. പിന്നെ എന്നെ നിങ്ങൾ ഒരുപാട് ആക്ഷേപിക്കുകയും അതുപോലെ നിലമറന്ന് നിങ്ങൾ പെരുമാറിയപ്പോൾ ഞാൻ നിങ്ങൾക്കൊപ്പം നിന്നത് തന്നെയാണ്, വേറൊന്നുമല്ല. എനിക്ക് അറിയാമായിരുന്നു ഇതിൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആകുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊപ്പം നിന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് ബാലൻ. അപ്പം പറയാണ്, എനിക്കൊരു ജോലി തരണം ഈ വർക്ക്ഷോപ്പിൽ എന്ന് പറയുന്ന സമയത്ത്, ഏത് വർക്ക്ഷോപ്പ്? ആ വർക്ക്ഷോപ്പൊക്കെ ഞാൻ നിർത്താനുള്ള പരിപാടിയിലാണ്. എനിക്കിപ്പോൾ എന്താ ജോലി എന്ന് നിനക്കറിയോ? എനിക്ക് ഇപ്പോൾ കല്യാണിയുടെ കമ്പനിയിലെ ഡ്രൈവറാണ് ഞാൻ. അവിടെ എനിക്ക് സുഖസുന്ദരമായ ജീവിതമാണ്. നിങ്ങളെപ്പോലെ ഒരാളും ഭരിക്കാനുമില്ല. എന്നെ ആരെയും സാറേ എന്ന് വിളിക്കുകയും വേണ്ട. ഞാനിപ്പോൾ അവരെ വിളിക്കുന്നത്, എൻ്റെ കല്യാണിയെ വിളിക്കുന്നത് കല്യാണി മോളെ എന്ന് തന്നെയാണ്. ഒരിക്കലും അവർ മേഡം എന്നൊന്നും വിളിക്കാൻ എന്നോട് പറയില്ല. അത് അത്രയും സ്നേഹമുള്ളതാണ്. എനിക്ക് നല്ലൊരു ജോലി തന്നെയാണ്, നല്ല ശമ്പളത്തോട് കൂടിയുള്ള ജോലിയാണ് എനിക്ക് കിട്ടിയില്ല. പിന്നെ എന്തിനാ ഞാൻ ഈ വർക്ക്ഷോപ്പൊക്കെ കൊണ്ടുവന്ന് നടക്കുന്നത് എന്ന് ബാലൻ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലന് ആ വർക്ക്ഷോപ്പിന്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ ഇവിടെ വരുന്ന വർക്കൊക്കെ ചെയ്തിട്ട് ബാലണ്ണന് ഞാൻ അതിന്റെ ഗുണം ബാലണ്ണനും ഉണ്ടാവും, അതുപോലെ തന്നെ എനിക്ക് ദിവസക്കൂലി എന്ന രീതിയിൽ എന്തെങ്കിലും തന്നാൽ മതി എന്നൊക്കെ പ്രകാശൻ കാല് കെഞ്ചി നോക്കുകയാണ്. അങ്ങനെ കെഞ്ചി പറയുന്നത് പോലെ പ്രകാശം പറയുന്നുണ്ട്. പക്ഷേ ബാലൻ പറയാണ്, ഒരിക്കലുമില്ല, ഇനി നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. നീ ഒരു മണ്ടനായതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള നാടകങ്ങൾക്കൊക്കെ കൂട്ടുന്നത്. നിന്റെ കയ്യിൽ ഒന്നുമില്ല, എന്നിട്ടും ഇത്രയും കോടി രൂപയുള്ള ഒരു പെണ്ണ് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? നീ ഒരു പൊട്ടനാണ്, അതുകൊണ്ടാണ്. ഇത് ആദ്യമായിട്ടല്ലല്ലോ നിന്റെ മോനൊരു കല്യാണം കഴിക്കാൻ ഒരു കോടീശ്ശേരി വന്നായിരുന്നു, അതും ഇതുപോലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ വെച്ചല്ലേ അതും അവസാനിച്ചത്. അപ്പോൾ നിങ്ങൾ ഇനിയും പാഠം പഠിക്കാണ്ട് നിങ്ങൾ അഹങ്കാരം എന്ത് താഴെ ഇറക്കി വെച്ച് നിങ്ങൾ നല്ല മനുഷ്യരാകുന്നു, അന്നാ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആട്ടിപ്പായിക്കുകയാണ് പ്രകാശനെ ബാലൻ. അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.